കേരള സർവകലാശാല ഭരണപ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെയുള്ള നടപടികൾ കടുപ്പിച്ച് VC ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ. അനിൽകുമാറിന്റെ ശമ്പളം തടയണമെന്ന കർശന നിർദ്ദേശം ഫിനാൻസ് ഓഫീസർക്ക് നൽകി. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി KS അനിൽകുമാറിന് ശമ്പളം അനുവദിച്ചാൽ നടപടി സ്വീകരിക്കും എന്നാണ് താക്കീത്. പ്രശ്നപരിഹാരത്തിനായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കാനും VC തയ്യാറായിട്ടില്ല. MG പ്രതീഷുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം മന്ത്രി VCയെ വിളിച്ചതാണ്. പ്രശ്നപരിഹാര ശ്രമങ്ങളൊക്കെ ആ നിലയ്ക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ തർക്കം പോര് അതിൽ മാറ്റമൊന്നുമില്ലല്ലോ പ്രതീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി മാറ്റമില്ലാതെ തുടരുകയാണ്. VCയും രജിസ്ട്രാർ KS അനിൽകുമാറും തമ്മിലുള്ള പോരാണ് ഈ പ്രതിസന്ധിക്ക് അയവില്ലാതെ തുടരുന്നത്. കാരണം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി അംഗീകരിക്കാതെ സമവായത്തിനില്ല എന്നതാണ് VC മോഹനൻ കുന്നുമ്മലിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ആ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് VC. കാരണം സസ്പെൻഷനിലായ ഈ രജിസ്ട്രാറുടെ ശമ്പളം അനുവദിക്കരുതെന്ന കർശനമായ നിർദ്ദേശമാണ് ഫിനാൻസ് ഓഫീസർക്ക് VC നൽകിയിട്ടുള്ളത്. സിൻഡിക്കേറ്റിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ശമ്പളം അനുവദിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും ഫിനാൻസ് ഓഫീസർക്ക് VC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു. പക്ഷേ സിൻഡിക്കേറ്റ് യോഗം ഇപ്പോൾ വിളിക്കേണ്ട എന്നുള്ളൊരു നിലപാടാണ് VCക്കുള്ളത്. സെപ്റ്റംബർ ആദ്യ വാരത്തോടുകൂടി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചാൽ മതി എന്നതാണ് പ്രധാനമായും മോഹനൻ കുന്നുമ്മൽ അറിയിച്ചിരിക്കുന്ന കാര്യം. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇടപെട്ട സമവായ നീക്കം നടത്തുന്നുണ്ടെങ്കിലും ആ സമവായത്തിന് VC വഴങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു VCയെ ഫോണിൽ വിളിച്ച സമവായ നീക്കം നടത്തിയിരുന്നു. പക്ഷേ നേരത്തെ മുന്നോട്ട് വച്ച അതേ നിലപാടിൽ VC ഉറച്ചു നിൽക്കുകയാണ്. കാരണം താൻ സസ്പെൻഡ് ചെയ്ത ആ ഒരു നടപടി, സസ്പെൻഷൻ നടപടി രജിസ്ട്രാർ KS അനിൽകുമാർ അംഗീകരിക്കണം എന്നതാണ് പ്രധാനമായി VC മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. പക്ഷേ അത് അംഗീകരിക്കാൻ രജിസ്ട്രാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഭരണ പ്രതിസന്ധി മാറ്റമില്ലാതെ തുടരുന്നത്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രതിഷേധത്തിലേക്ക് ഈ വിദ്യാർത്ഥി സംഘടനകൾ കടന്നിട്ടില്ല. പക്ഷേ ഒരു പ്രതിഷേധം SFIയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സമവായ നീക്കം വരും ദിവസങ്ങളിലും തുടരുമെന്നതാണ് അറിയാൻ കഴിയുന്നത്. ഉന്മേഷ, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.